ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു സ്വന്തം ഒപ്പീനിയൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സ്വന്തം ഒരു ഫേവറേറ്റ് കളർ തന്നെ ഉണ്ടായിരിക്കും. ഇന്ന് ഫേവറേറ്റ് കളർ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ബ്ലൂ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിൽ പോലും വെറൈറ്റി ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. സോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കളേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ അവർക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ചോയ്സസ്? നേരത്തെ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര കളേഴ്സ് ഇല്ല. അപ്പോൾ ഈ ഒക്കേഷൻ നോക്കിയിട്ടായിരിക്കും കളർ ഉണ്ടാവും. അപ്പോൾ ഫംഗ്ഷൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാരേജിനാണെങ്കിലും എന്തിനാണെങ്കിലും തീം വെഡ്ഡിങ് ഒക്കെ ആണല്ലോ കാരണം. അപ്പോൾ അങ്ങനെ അവർ കളേഴ്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ പോകുന്നത് കാണാം. പക്ഷെ അല്ലാണ്ട് നമ്മളായിട്ട് എടുക്കുന്ന ചില പ്രോഗ്രാമുകളിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഇഷ്ടപ്പെട്ട കളറ്, ഇഷ്ടപ്പെട്ട ഒരു സൈസ്, അളവ് ഇതെല്ലാം കറക്റ്റായി വരുമ്പോഴാണ് നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും. ഈവൻ നമുക്ക് ഒരു വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു പ്രോഗ്രാം എന്താണെന്ന് നോക്കണം. ഇപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ മുഴുവൻ ഒരു ന്യൂഡ് കളേഴ്സ് അങ്ങനത്തെ രീതിയിലാണ്. നമ്മൾ ഭയങ്കര ഒരു ഫ്ലാഷി കളറിലാണ് പോകണമെന്ന് വിചാരിക്കും. വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും, നമുക്ക് എന്തായിരിക്കും അവിടെ തോന്നുന്ന ഒരു ഫീല്. തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു ഇത് മാറിക്കിട്ടും. നമുക്ക് മൊത്തത്തിൽ അത് പല രീതിയിലും നമ്മളെ എഫക്റ്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് അത്രയും എന്താ പറയുക കോൺഫിഡൻസ് ലെവൽ അത്രയും ഹൈ ആയ ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ ഇങ്ങനെ ഓക്കെ ആയിരിക്കാം. അത്രയും അല്ലാത്തൊരാൾക്ക് ചിലപ്പോൾ സ്വാഭാവികം. ഞാൻ 2 തരം നോക്കണം. നമ്മളവിടെ ചെല്ലുമ്പോൾ ഞാനിവിടെ സൂട്ടബിൾ അല്ലേ എന്നൊരു അവിടെ വരും. ഞാനിവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, ഓഡായിട്ട് നിൽക്കുന്നുണ്ടോ, അങ്ങനെ പല രീതിയിലും വരും. അപ്പം ഇതേ രീതിയിൽ നമ്മൾ പഴയ കാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അധികം ഇപ്പോൾ ചോയ്സ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഒന്നിൻ്റെ തന്നെ പലതരം ഷെയ്ഡാണ്. നമ്മൾ തമാശയ്ക്കാണെങ്കിലും കോമഡി സ്കിറ്റ് പറയുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഒരു പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പച്ചയിൽ തന്നെ ഒരു 100 തരം പച്ചയാണ്. അപ്പം എനിക്ക് ഈ പച്ചയല്ല ആ പച്ച വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ലേഡീസ് കുറച്ചും കൂടി കൂടുതൽ പറയും, എനിക്ക് ഇന്ന കളറുള്ള ഇന്ന ടൈപ്പ് പച്ച. അപ്പം മറ്റേ ആൾക്കാർ ഇതൊക്കെ പച്ചയല്ലേ, അത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ലേ, കാരണം അവരുടെ മൈൻഡിൽ ആ പച്ച അവിടെ വന്നിട്ടുണ്ട്. മേ ബി അതൊരു വിഷ്വൽ ഇതിൽ വന്നിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് കൊണ്ടുവരും. ഇപ്പോൾ പഴയ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആണെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഈ കളേഴ്സിൻ്റെ എന്തായിരിക്കും അപ്പോഴത്തെ ഒരു രീതിയിൽ. ഇപ്പം നമ്മുടെ മമ്മൂട്ടിയുടെ ഫിലിം വന്നു, അവിടെ എവിടെയാണ് കളറിൻ്റെ ഒരു ഇത് വരുന്നത്? നമ്മൾ അതിലെല്ലാം കാണുമ്പോൾ അവർ ഇടുന്ന ഡ്രസ്സിങ്ങിൻ്റെ ഒരു ഇതല്ലാതെ അതിൻ്റെ ആ ഒരു കളറിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മളവിടെ എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടം കൊണ്ടുവന്നു, നമ്മൾ ആക്സെപ്റ്റ് ചെയ്തോ? ശരിക്കും വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മളുടെയൊക്കെ മൈൻഡ് സെറ്റിലുള്ള. അപ്പോൾ പണ്ട് കാലത്തെ ആൾക്കാരിൽ നമ്മൾക്ക് ഒരുപാട് നേരിയത് ചുറ്റുമുണ്ട് എന്നൊക്കെ രീതിയിലുണ്ടെങ്കിൽ അത് കുറേ അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് കളേഴ്സ് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടോ? ഇന്നെടുത്ത് നാളെ എടുത്താലും പ്രശ്നം ഉണ്ടാവുമോ? ഒരു കുഴപ്പമില്ല. ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളാകുമ്പോൾ ഏത് വേണം അവിടെ നമ്മൾ കുറേ സമയം കളയും. ഇന്നത് എടുക്കണോ, അത് എടുത്തോ, പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഒരു ഡ്രസ്സ് ഇട്ടത് ഇനി വരണോ, അപ്പോൾ നമുക്കൊരു വിഷമമാണ്. ഒരു 4 ഫോട്ടോ വന്നു, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ അത് പഴയതായെന്നൊരു ഫീലാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം എടുത്ത് ഒരു 10 ഫോട്ടോസ് എടുത്തു അല്ലെങ്കിൽ ഒരു 10 റീൽ ചെയ്തോ വന്നു, അവിടെ അതും കൊണ്ട് നമ്മൾ എവിടെയും പോകണ്ട, ഒരു ഫംഗ്ഷന് പോകണ്ട, എങ്ങോട്ടും പോകണ്ട. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു തോന്നൽ വന്നു കഴിഞ്ഞു, ഇത് എല്ലാവരും കണ്ടു കഴിഞ്ഞു. അത് ശരിയാണ്, കാരണം ഇതിൽ പോയി ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബാഡായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാർഡ്രോബ് നിറയെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ നിറയ്ക്കേണ്ട ഒരു ഫീലാണ് വരുന്നത്. അപ്പോൾ പഴയ കാലം നമ്മൾ പറയും ഓൾഡ് മണി ന്യൂ മണി എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൊണ്ടുവരുമ്പോൾ പഴയ കാലത്ത് നമുക്ക് പാരമ്പര്യമായി കിട്ടിയ കുറേ അതാണ് സ്വത്തുക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു പ്രൗഢി കണ്ടുണ്ടോ? അവർക്കൊന്നും എഫക്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അവരെപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഇതിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു ഡ്രസ്സിങ് സെൻസിൽ തന്നെ അവർക്ക് ഉണ്ടാവും, കാരണം ദേനോ അവർക്കെല്ലാം ഉണ്ട്, അവർക്ക് ഓൾറെഡി ഉണ്ട്, അവർക്ക് അതിൻ്റെ ആ രീതിയിലാണ് അവരുടെ കോൺഫിഡൻസ് ലെവൽ വന്നിരിക്കുന്നത്. അല്ലാത്തൊരു നോ മണിയുടെ ഒരു കൺസെപ്റ്റ് നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില സമയത്ത് കാണിക്കുന്നത് ഭയങ്കര ഒരു ഒട്ടും ഓക്കെ അല്ലാത്ത രീതിയിലും കൊണ്ടുവരും. ഭയങ്കര വലിയ ബ്രാൻഡ്, ഫ്ലാഷ് അങ്ങനെയൊക്കെ ഒരു രീതിയിലാവും. അപ്പോൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് സാധനങ്ങൾ. ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലാകുമ്പോൾ ഒരു ജീൻസ് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളും എടുത്ത് ഉപയോഗിക്കുന്നതാണ്. അവർക്ക് ഇന്നതൊന്നുമില്ല, അവരെല്ലാവരും കൂടി അതും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇടാലോ, അങ്ങനെ ഒരു ലേഡി എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ജെൻസിൻ്റെ ആണ് അങ്ങനത്തെ ഇല്ല. അതും മാറ്റങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കളറിൻ്റെ ഇതിൽ ഒരേ ടൈപ്പ് ആണെങ്കിൽ
നമുക്ക് കുറച്ചും കൂടി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ മീറ്റിങ്ങിന് പോകണം, അല്ലെങ്കിൽ യൂണിഫോം, ദാറ്റ്സ് ഓൾസോ വെരി ഗുഡ്. നമ്മളിപ്പോൾ പറയും ഒരു കോളേജിൽ യൂണിഫോം കൊണ്ടുവരണം, സ്കൂളിൽ യൂണിഫോം കൊണ്ടുവരണം, എന്തിന്? ഈ ഓരോ ദിവസത്തെ അങ്ങനെ ഓരോ പ്രോഗ്രാമിന് വരുമ്പോൾ ഭയങ്കര കളർ ഡ്രസ്സ് വരുമ്പോൾ കുട്ടികൾ തമ്മിൽ ഒരു കമ്പാരിസൺ വരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് അവർ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വന്നു, ഇന്നത് ഇട്ട് വന്നു. നമുക്കതില്ല, യൂണിഫോം ഉണ്ടോ എല്ലാവരും ഒരേമാതിരിയാണ്, ഒരേ ഫീലാണ് വരുന്നത്. അപ്പോൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ വിഷമം തോന്നുന്നില്ല. അപ്പോൾ ഇത് പല രീതിയിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ ആളുകൾക്കും. ആ റിച്ച് ആൻഡ് ലെവലിലേക്ക് വരുന്ന സമയത്തും താഴത്തെ ലെവലിലേക്ക് വരുമ്പോഴും അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കങ്ങനെ പറ്റിയില്ല, എനിക്കത് പറ്റുന്നില്ല എന്നൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട്. ഒന്നോ രണ്ടോ കളർ ചോയ്സ് മാത്രമല്ലെങ്കിൽ അതാണ്. അപ്പോൾ ഈ പഴയ കാലത്തെ ആളുകളിൽ അതാണ് അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിൽ അവർക്ക് എന്താണ് എങ്ങോട്ട് പോകണം, നല്ലൊരു കസവ് മുണ്ടെടുത്തു, ആ ഡ്രസ്സ് കൊടുത്തു, അവർ പോയി, ഒരു കുഴപ്പമില്ല, അവർക്ക് ടെൻഷനില്ല. നമുക്കാണെങ്കിലും അയ്യോ ഈ കളറിന്ന് സാരി കൊടുത്തു, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഏത് കളർ എടുക്കും, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡ്രസ്സ് ഇടും, 100 ഇതാണ്. അതും പല കളേഴ്സും കൂടി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്. അപ്പം നമുക്ക് ഏറ്റവും യോജിക്കുന്ന ഒരു കളറ്, ഇപ്പം നമുക്ക് എനർജറ്റിക് ആയിട്ട് തോന്നുമ്പോൾ കളറിൽ തന്നെ പല കളർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. അത് തന്നെയാണ് ഡിസൈൻ ലെവലിലേക്കും പലരും എടുക്കുന്നത്. കൺസ്യൂമറുടെ മൈൻഡ് നോക്കണം. ഓരോരുത്തരുടെയും ഇതുണ്ടാവും. ഇപ്പോൾ ഒരു സീസണലായിട്ടുണ്ടാവും. വെതർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് സീസണലായിട്ട് വരുന്ന സമയത്ത് അത് അവിടെ ഇന്ന സീസണിൽ ഇന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ സീസൺ അനുസരിച്ചിട്ടല്ല ജാക്കറ്റ്, പിന്നെ ഫറുള്ള കുറേ ഡ്രസ്സ് ഉണ്ടാവും, അതൊക്കെ ഇട്ട് ഇവിടെ നടക്കാൻ പറ്റണമെന്നുണ്ട്. ഇപ്പോൾ ഈ നല്ലൊരു ചൂടുള്ള സമയത്താണെങ്കിൽ നമുക്കങ്ങനെ ഒന്ന് വെറുതെ നോക്കും. അപ്പോൾ അതനുസരിച്ചിട്ടല്ല വരുന്നുണ്ടാവുക. വേറൊരു സ്ഥലത്തെ ഫാഷൻ അടക്കം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ അത് ചിന്തിക്കുന്നില്ല. ഒരു സ്ഥലത്തെ ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ രീതി, അവിടുത്തെ ആളുകളുടെ തോട്ട്, അവിടുത്തെ കസ്റ്റം കൾച്ചർ, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടുള്ള ആ ഒരു കളർ ടോണിലും കൂടി അല്ല വരുന്നത്. അത് മാത്രമല്ല ഈവൻ ഡ്രസ്സിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന പല മാറ്റങ്ങളും ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കംഫർട്ട് ആവുന്ന കൂൾ കളേഴ്സ്, വാം കളേഴ്സ് നമുക്ക് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് തോന്നും. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂസിന് പോകുമ്പോഴൊക്കെ നമ്മൾ കളറിൻ്റെ ഇത് എടുക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്ലാഷി അല്ലാത്ത അങ്ങനത്തെ ഒരു കളേഴ്സിലേക്കാണല്ലോ നമ്മൾ പോകും. നമ്മൾ ഇൻ്റർവ്യൂസിനൊന്നും പോകുമ്പോൾ ഭയങ്കര പുള്ളിമള്ളിയും ഭയങ്കര അങ്ങനെയൊന്നും പോകില്ല. നമ്മൾ വളരെ ഏറ്റവും കൂടുതൽ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ അങ്ങനത്തെ ഒക്കെ ഒരു ഖാദി ഇങ്ങനത്തെ ഒക്കെ സ്റ്റൈലിലേക്ക് പോകുന്നതാണ്, ഫോർമൽ ഒരു ഇതിലേക്ക്. പക്ഷെ മറ്റേത് അങ്ങനെ ആവില്ല ഫങ്ഷൻസിന് പോകുമ്പോൾ. കാരണം അവിടെയുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റും അങ്ങനെയാണ്. അപ്പോൾ എവിടെയാണോ പോകുന്നത് ആ ആളുകളുടെ മൈൻഡ് സെറ്റ്, എവിടേക്കാണോ പോകുന്നത് ഇതെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യും. ഇതെല്ലാം അനുസരിച്ച് കളറും വേണം. അപ്പോൾ എന്തിനാണോ ഏത് പർപ്പസിനാണോ എന്നുള്ളതിനായിരിക്കണം ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇതിലേക്കും വരുന്നത്. ഇന്ന് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചോയ്സസ് ഉണ്ട്. സോ മാം രാവിലെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ തന്നെ വാർഡ്രോബ് നോക്കുമ്പോൾ തന്നെ മാമിന് എന്തെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് വരാറുണ്ടോ? ഐ മീൻ ഇന്ന് ഏത് കളർ പിക്ക് ചെയ്യണം, ഇന്ന് ഏത് കളറോ ഇട്ടിട്ട് വേണം പോകാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂസ്? ശരിയാണ്. ഇപ്പോൾ കുറേ കളേഴ്സും കുറച്ച് നേരത്തെ പറഞ്ഞ മാതിരി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഡിപ്പെൻഡ്സ്, അത് ഞാൻ എടുത്തു പറയണു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് പ്രോഗ്രാമിനാണ് പോകണം. അപ്പോൾ ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ആണ്, ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് എന്നതാണെങ്കിൽ ഞാൻ ഓൾറെഡി മൈൻഡിൽ എനിക്ക് ഇന്നതെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിലേക്ക് മൈൻഡ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ കളറാണ് എനിക്ക് ഇതാവും. പക്ഷെ അല്ലാത്ത ഇപ്പോൾ വീട്ടിലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഏതെങ്കിലും, അല്ലാതെ വെറുതെ പോകുന്ന സമയത്ത് ചില സമയത്ത് ഈ ഡ്രസ്സ് വേണം, ഈ കളർ വേണം, ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ചില സമയത്ത് ഉണ്ടാവും. കാരണം അത്രയും കളറാണ്, അത്രയും കളറിൻ്റെ ഒരു ഇതുണ്ട്. നമുക്ക് അത്രയും ഓരോ കളേഴ്സിൽ വരുമ്പോൾ തന്നെ ഒരു ഗ്രീൻ ആണെങ്കിലും റെഡ് ആണെങ്കിലും ഒക്കെ അതിൽ പലതരം കളേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പല കളേഴ്സ് കാണുമ്പോൾ നമുക്ക് തോന്നും എനിക്കൊരു റെഡ് കളർ സാരി ഉണ്ട്, അപ്പോൾ ഇനി പണ്ട് കാലത്താണെങ്കിൽ എനിക്കൊരു റെഡിലൊരു ചോയ്സ് ഉണ്ട്, ഇനി വേണ്ട എന്നാൽ എനിക്കങ്ങനെയല്ല. ഇപ്പം നമുക്ക് റെഡിലുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ പലതരം കളേഴ്സ് വരുമ്പോൾ നമുക്ക് തോന്നും അതിലൊരു എനിക്ക് കിട്ടിയാലും നന്നായി, അപ്പോൾ എനിക്കത് ഒന്നും കൂടി ചെയ്തെന്ന് തോന്നണം. അപ്പോൾ നമുക്ക് കളക്ഷൻ കൂടുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ചില സമയത്ത്, പക്ഷെ മുമ്പേ ഇന്നൊരു ഫംഗ്ഷൻ ഇന്ന പ്രോഗ്രാമിന് ഇന്നതെന്ന രീതിയിൽ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഒരു ആണെങ്കിൽ അങ്ങനത്തെ സമയത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. ആ രീതിയിൽ തന്നെയായിരിക്കും ഡ്രസ്സിങ്ങും കാര്യങ്ങളും. അവിടെ ഒന്നും ചിന്തിക്കില്ല, കാരണം എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഈ 1-2 കളേഴ്സുള്ളവർക്കും ഗുണം അതാണ്, വേറെ പ്രശ്നമില്ല. അവർക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട, പുതിയത് വരുന്നുണ്ടോ ഒന്നുമില്ല, ഞങ്ങൾ കംഫർട്ടാണ് ഇന്നതിട്ടു, അത് മതി. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പേഴ്സണാലിറ്റി.